ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ സമ്പൂർണമായി ഒരു തിരിച്ചടിക്ക് തയ്യാറായി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ നമ്മൾ തിരിച്ചടികൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് പിന്തുണ കൊടുക്കുമ്പോൾ അമേരിക്കയുടെ ഒരു എയർ ഫോഴ്സ് പ്ലെയിൻ ജയ്പൂരിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ എയർഫോഴ്സ് പ്ലെയിൻ ജയ്പൂരിൽ ലാൻഡ് ചെയ്തപ്പോൾ രാജസ്ഥാനിലെ അതിർത്തികളിൽ കർശന സുരക്ഷാ നിർദ്ദേശമാണ് ഇപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. രണ്ടാമത് ഇതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ടത്, കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേലി മിലിറ്ററി പ്ലെയിനുകൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ഹമാസിന് ഈ കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഒരു വലിയ പങ്കുണ്ട്. ഇപ്പോ പാകിസ്ഥാന്റെ മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള അസീം മുനീർ ഹമാസ് നേതാക്കളുമായി മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. അപ്പൊ ഇന്ത്യ ഈ വിവരങ്ങൾ ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു തിരിച്ചടിക്കാണോ ഇന്ത്യ ഒരുങ്ങുന്നത്? അതിനിടയിൽ ഇന്ത്യ വ്യോമാഭ്യാസം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് മിസൈൽ പരീക്ഷണം നടത്തുമെന്ന് ഇന്ത്യയോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ INS സൂറത്തിൽ നിന്നും ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിലാണ് നമ്മളിപ്പോ ഈ ഇസ്രായേലിന്റെ വിമാനങ്ങളും അമേരിക്കയുടെ എയർഫോഴ്സ് പ്ലെയിനും എല്ലാം ഇന്ത്യയിലേക്ക് പറന്നിറങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നതിന് ഉപരി ഒരു എന്താണ് സംയുക്തമായി, അതായത് ഇന്ത്യയും അമേരിക്കയും ഇസ്രായേലും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കുമോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ നമ്മുടെ രാജ്യത്ത്? എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്? ഇതുവരെയുള്ള നീക്കങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. കാരണം ഇന്ത്യക്ക് അതേ കഴിയും. കാരണം നമ്മുടെ രാജ്യം ലോകത്തുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. നമ്മൾ ഒരു രാജ്യങ്ങളുടെയും വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് ഒരു കമന്റ് പോലും പറയാറില്ല. അങ്ങനെ ഉള്ള നമ്മൾ എല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ് പലപ്പോഴും. കാരണം നമ്മൾ യുദ്ധങ്ങൾക്ക് തന്നെ എതിരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആദ്യം നയതന്ത്ര തലത്തിൽ തന്നെ നടത്തിയ നീക്കങ്ങളാണ്. ഈ സിന്ധു നദീജല കരാറ് പെൻഡിങ്ങിൽ വെക്കുന്ന അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഉള്ള മറ്റ് ചില കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. അതിനുശേഷം തന്നെ നമ്മൾ ഇന്നലെയും മറ്റുമൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ തിരിച്ചടിയിലേക്ക് പോകാൻ കഴിയില്ല. നമ്മുടെ സൗഹൃദ രാജ്യങ്ങളെ ഇത് കുറഞ്ഞ പക്ഷം അറിയിക്കേണ്ടതായിട്ടുണ്ടെന്ന്. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത, സൗഹൃദ രാജ്യങ്ങളെ നരേന്ദ്രമോദി വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവർക്ക് വേണ്ട ബ്രീഫിംഗ് നൽകിയിരിക്കുന്നു. കാരണം ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് തെളിവുകൾ നിരത്തി. കാരണം ഇവരെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് ഒരു വാറിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഒരു തിരിച്ചടിക്ക് പോകാനായിട്ട് കഴിയും. അപ്പൊ അവരെ 40ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് അത് അതിൽ എത്തിയിരുന്നത്. ഇപ്പൊ ന്യൂസ് ഇന്ത്യ മലയാളം നമ്മൾ അതിന്റെ വിഷ്വൽ അടക്കം നമ്മൾ ആ വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് മാത്രവുമല്ല, ഇന്നലെ നമ്മുടെ INS സൂറത്തിൽ നിന്ന് ഒരു മിസൈൽ വിക്ഷേപിക്കുകയുണ്ടായി. അതൊരു ഭയപ്പെടുത്തലിന്റെ ഭാഗം. അത് കൂടാതെ തന്നെ നമ്മളുടെ യുദ്ധവിമാനങ്ങൾ, പ്രത്യേകിച്ച് റാഫേൽ, എനിക്ക് തോന്നുന്നത് റാഫേൽ ഇവിടെ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പൊ അത് ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ, പ്രത്യേകിച്ച് അതിൽ നിന്ന് കേട്ട വാർത്ത എന്ന് പറഞ്ഞാൽ കിഴക്കൻ മേഖലയിലുള്ള യുദ്ധവിമാനങ്ങൾ കൂടി അതിൽ മധ്യമേഖലയിൽ നടന്ന ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്തവരെല്ലാം തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ഈ പൈലറ്റുമാരും മറ്റുള്ളവരുമായിരുന്നു എന്നുള്ള വാർത്ത കൂടി അതിൽ വരുന്നുണ്ട്. അതായത് ഒരു പരീക്ഷണ പറക്കലോ അല്ലെങ്കിൽ ഒരു പൊതു വ്യോമാഭ്യാസവും ആയിരുന്നില്ല എന്നാണ് ആ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്ന് പൽഗാമിന് മുകളിലൂടെ യുദ്ധവിമാനങ്ങൾ പറന്നതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ജമ്മു കാശ്മീരിൽ ഇന്ന് കരസേനാ മേധാവി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ഇന്ന് ഇന്ത്യ ഒരു വലിയ നീക്കത്തിലേക്ക് പോകുന്നു. വെടിനിർത്തൽ കരാർ നമ്മൾ റദ്ദ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. ഇതിനിടയിലാണ് ഇപ്പോൾ ധനുഷ് പറഞ്ഞ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി എത്തുന്നത്. ഒന്ന്, അമേരിക്കയുടെ ഒരു വിമാനം ജയ്പൂരിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. മറ്റൊന്ന്, ഇസ്രായേലിയുടെ ഈ ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ കഴിയും. ഒന്ന്, ഈ ഒരു യുദ്ധം ഒരു ഫുൾ ഫ്ലഡ്ജിലേക്ക് പോവുകയാണെങ്കിൽ അമേരിക്കൻ പൗരന്മാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനും ഇല്ലെങ്കിൽ ഇസ്രായേൽ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനും ആ വിമാനങ്ങൾ ഉപയോഗിച്ച് കൂടുന്നില്ല. നമുക്ക് ആ ഒരു നല്ല രീതിയിൽ കണ്ടാൽ നമുക്ക് അങ്ങനെ കാണാം. അതല്ല, ഒരു തിരിച്ചടിക്ക് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യാനാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ അർത്ഥത്തിലും കാണാം. സാധാരണഗതിയിൽ ഈ ആളുകളെ ഒഴിപ്പിക്കാൻ ഫൈറ്റർ ജെറ്റുകൾ വരാറില്ല. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഇസ്രായേലിന്റെ ഒക്കെ ധാരാളം വിനോദസഞ്ചാരികളും മറ്റുമൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരുടെ കോൺസുലേറ്റുകളുണ്ട്, അവരുടെ അനവധി സ്ഥാപനങ്ങളും കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു ഇടമാണ്. അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല,
വിവിധ കമ്പനികൾ അവരുടെ പൗരന്മാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ തന്നെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷെ ആ ഒരു തരത്തിലേക്കല്ല. കാരണം ഇസ്രായേലിൽ നിന്ന് വന്നിരിക്കുന്നത് അവരുടെ ഒരു പാസഞ്ചർ വിമാനമല്ല. ഒരുപക്ഷെ അമേരിക്കയുടേത്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അതിന്റെ ഒരു ഇത് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ C-17 എന്ന് പറഞ്ഞാൽ അവിടെ സൈനിക വിമാനം തന്നെ വലിയ ചരക്കുകളും മറ്റുമൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതി. അങ്ങനെയാണെങ്കിൽ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിരിക്കാം ഒരുപക്ഷെ. ഏതായാലും ഇന്ത്യ ഒരു വലിയ തിരിച്ചടിക്ക് തന്നെയാണ് ഒരുങ്ങുന്നത്. കാരണം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ശരീരഭാഷ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാര ശൈലി നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹം സാധാരണഗതിയിൽ വളരെ മാന്യമായിട്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ പ്രകോപിതനായിട്ടില്ലെങ്കിൽ ഒരു ഇച്ചിരി എന്താണ് ഇച്ചിരി ലളിതമായി പറഞ്ഞ വയലന്റ് ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഈ ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, ജോർജ് ബുഷ് ഒക്കെ ചില സമയങ്ങളിൽ ആ രാജ്യങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവര് പറയുന്ന ഒരു ഡയലോഗിന്റെ രീതിയുണ്ട്, ഒരു അവരുടെ പ്രസ്താവനയ്ക്ക്. അതിന് സമാനമായ രീതിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ ഈ ബീഹാറിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഭീകരവാദികൾ അവരെവിടെയാണ് ഈ ലോകത്തിൽ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ അവരെ പിന്തുടരും, തകർക്കുമെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അവരുടെ ഇടങ്ങൾ കൂടി, അവരുടെ മണ്ണ് കൂടി ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ കൃത്യമായി പാകിസ്ഥാനുള്ള സന്ദേശം തന്നെയാണ്. മണ്ണ് കൂടി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ചില ആളുകളെങ്കിലും നരേന്ദ്രമോദിയുടെ ഈ ഒരു വിഷയത്തിൽ വിമർശിച്ച് വരാറുണ്ട്. കാരണം പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, നമ്മൾ ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. കാരണം ഇത് ഭീകരർ എന്നല്ല നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ടത്, മതതീവ്രവാദികൾ എന്ന് തന്നെ ആ വാക്കാണ് നമ്മൾ കറക്റ്റ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ പലരും ഭീകരർ എന്നാണ് ഉപയോഗിക്കുന്നത്. കാരണം വന്നിട്ട് ഹിന്ദുവിനെ മാത്രം അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തി വെടിവെച്ച് കൊല്ലുന്നതിനെ മതതീവ്രവാദി എന്നാണല്ലോ പറയുന്നത്, അല്ലാതെ അവർ ഭീകരവാദികളല്ല ഇവിടെ. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അവതാരകൻ പറഞ്ഞിട്ടില്ലേ, ഇവർക്ക് അങ്ങനെയെങ്കിൽ ഇന്ത്യയോടാണ് എതിർപ്പെങ്കിൽ അവർ സൈന്യത്തെ അല്ലേ കൊല്ലേണ്ടത്, എന്തിനാണ് ഇവരെ കൊന്നതെന്ന് വെച്ചാൽ മതതീവ്രവാദികൾ മതം നോക്കി തന്നെ കൊല്ലാറുള്ളൂ, അല്ലാതെ അവർക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലെന്നുള്ള കാര്യം ലോകത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കുറച്ചുകൂടി പോയിരിക്കുന്നു. കരസേനാ മേധാവി കാശ്മീരിൽ എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ഇത് 3ാമത്തെ തവണയാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം കാശ്മീരിൽ എത്തുന്നത്. ഇതിനു മുമ്പ് എനിക്ക് 3-4 മാസം മുമ്പ് അദ്ദേഹം കാശ്മീരിൽ എത്തിയ സ്ഥിതികളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അതിർത്തിയിൽ കൂടെ സന്ദർശിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. അപ്പൊ ഇതെല്ലാം വെച്ച് കാണുമ്പോൾ ഒരുപക്ഷെ ഇന്നോ നാളെ ഒരു തിരിച്ചടിക്കുള്ള സാധ്യതകളാണ് വളരെ കൂടുതൽ. കാരണം ഈ പാക് പൗരന്മാർക്ക് ഈ രാജ്യം വിടാനായി കൊടുത്തിരിക്കുന്ന സമയം 72 മണിക്കൂറാണ്. അപ്പൊ 72 മണിക്കൂറും ഇന്നലെ ഈ മെഡിക്കൽ വിസയിൽ വന്നവർക്ക് 27-ാം തീയതി വരെ സമയമുണ്ടായിരുന്നു. അപ്പൊ വിസ റദ്ദ് ചെയ്യുകയാണ്. 29 വരെ സമയമുണ്ടെന്നു. കാരണം അത് വിസ റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിസ റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ഓട്ടോമാറ്റിക്കലി പിന്നെ അവരെ അറസ്റ്റ് ചെയ്യാനേ പറ്റും. വിസ ഇല്ലാതെ രാജ്യത്ത് തങ്ങിക്കഴിഞ്ഞാൽ ഇല്ലീഗലാണ്, അറസ്റ്റ് ചെയ്യാനേ പറ്റും. അപ്പൊ അതുകൊണ്ട് അവർ പോകും. ഈ രോഗികളായതുകൊണ്ടാണ് അവർക്ക് ഒരു ചെറിയ ടൈമിംഗ് കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ ഇന്നുകൊണ്ട് തീരുകയാണ് ഈ സ്റ്റുഡൻസ് വിസ. മറ്റ് ഈ വ്യാപാരികളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ അവർ അവിടെയൊക്കെ വിസ ഇന്നത്തെ കൊണ്ട് തീരുന്നു, അവർ ഇന്ന് തന്നെ പോകേണ്ടി വരും. മറ്റുള്ളവർക്ക് ഒരു 2 ദിവസം. കാരണം നമുക്കറിയാം ഈ പലരും രോഗികൾ എന്ന് പറയുമ്പോൾ അവരൊക്കെ ഏതൊക്കെ അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അത്ര ഒരു ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരെ മറ്റേതെങ്കിലും വഴിയിൽ കൂടെ നമ്മൾ അവിടെ എത്തിക്കുമായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഒക്കെ നടന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ വ്യോമപാതകളോ മറ്റോ ഒക്കെ ആ ഒരു സമയത്തേക്ക് തുറക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് പരിമിതമായ രീതിയിൽ ഒരു അറ്റാക്കിനല്ല ഇന്ത്യ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദി ഈ ബാലക്കോട്ടിലെ സ്ട്രൈക്കിന് ശേഷം അദ്ദേഹം ട്രംപുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ 100 വർഷം പിന്നിലോട്ട് അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസ്താവന, ഇല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇനി ഒരിക്കലും അവർ ഈ മണ്ണിൽ ഉണ്ടാകരുത്, അവരുടെ മണ്ണിനി ഉണ്ടാകരുത് ആ ഭീകരവാദത്തിന്. ആ മണ്ണ് ഞാൻ പൂർണ്ണമായി ഇല്ലാതാക്കും, 140 കോടി നൽകുന്ന ലയിപ്പിക്കും. ഈ 140 കോടി ജനങ്ങളുടെ വിശ്വാസമാണ്, അവരുടെ ഇച്ഛാശക്തിയാണ്, അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് മുമ്പെങ്ങും ഇല്ലാത്ത വിധം ലോക രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്തുണ, അത് സൈനികപരമായി ഇന്ത്യയുടെ നടപടി. ഇന്നിപ്പം ബ്രിട്ടീഷ് പാർലമെന്റിലെ എംപിമാര്, ആ എംപിമാര് ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ത്യ ഇനി ഇതിന് തിരിച്ചടിക്ക് വേണ്ടി അതിർത്തി കടന്നാൽ പോലും ഞങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്നാണ്. ഇസ്രായേൽ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക നീക്കത്തിന് പോലും പിന്തുണ നൽകുമ്പോൾ ഇവിടെ ധനുഷ് ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെയാണ് നാം എത്തേണ്ടി വരിക എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ത്യയോടൊപ്പം തന്നെ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ അവരുടെ, ഒരുപക്ഷെ എനിക്ക് തോന്നി ബാലാക്കോട്ടിലും മറ്റും നടത്തിയത് പോലെയുള്ള ചെറിയ സ്ട്രൈക്ക് ആയിരിക്കത്തില്ല ഒരുപക്ഷെ, കൃത്യമായി. കാരണം ഇപ്പൊ ഇന്ത്യക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. കാരണം LOC എന്ന് പറയുന്ന സാധനമില്ല. വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷം അപ്പുറത്ത് കയറി അടിക്കാവുന്ന അവസ്ഥയാണ്.
പാകിസ്ഥാൻ വരണ്ടു എന്നുള്ളതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യയുടെ ഇപ്പോൾ നടക്കുന്ന നീക്കം. അവരെ മാക്സിമം പ്രതീക്ഷിച്ച ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ സ്ട്രൈക്ക് ഉണ്ടാകും. പണ്ട് ഈ ബാലക്കോട്ടിലൊക്കെ നടന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രം ഉണ്ടാകുകയുള്ളൂ എന്നാണ് അവർ കരുതിയത്. പ്രത്യേകിച്ച് സിന്ധു നദീജല കരാർ നമ്മൾ പെൻഡിങ്ങിൽ വെക്കും, ഇല്ലെങ്കിൽ അതേ നമ്മൾ എന്താണ് പറയുന്നത്, ഈ തടഞ്ഞു വെക്കും എന്നുള്ള കാര്യം അവർ ഒരിക്കലും ചിന്തിക്കാത്ത വിഷയമാണ്. കാരണം ഇത്രയും വലിയ രൂക്ഷമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രതീക്ഷിച്ചില്ല ഒന്ന്. പിന്നെ ലോക രാജ്യങ്ങൾ ഇങ്ങനെ കത്തയ്ക്ക് തുർക്കി ഒഴിച്ചൊരു ഒറ്റ രാജ്യം പോലും പാകിസ്ഥാനോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. കാരണം ഗൾഫ് കൺട്രീസ് പോലും, പ്രത്യേകിച്ച് ചൈന ഖത്തർ, പോലും ഇല്ല. മുമ്പൊക്കെ നമ്മുടെ ചൈന പോലും ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ഖത്തറും സൗദിയൊക്കെ ഒരു കാലത്ത് ഈ പാകിസ്ഥാന് പിന്നിൽ നിന്ന രാജ്യങ്ങളാണ്, അവരെ പിന്തുണച്ചിരുന്ന രാജ്യങ്ങളാണ്. ഇപ്പൊ അവർ കത്തയ്ക്കാണ്. സൗദിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ ഇന്നലെയും പറഞ്ഞു, സൗദിയുടെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ പറഞ്ഞിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദം. ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരവാദത്തിനാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദം നമ്മൾ വിശ്വസിക്കുന്നത്. അത് ആ സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഖത്തർ, അതുപോലെ തന്നെ UAE തുടങ്ങിയ എല്ലാ ഗൾഫ് രാജ്യങ്ങളുണ്ട്. ആകെ ഉള്ളത് എർദോഗൻ മാത്രമാണ് ഖത്തർ, ഇവിടെ നമ്മുടെ തുർക്കിയില്. എന്തുകൊണ്ടാണ് എർദോഗൻ സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടി വന്നത്? ഞാൻ കരുതുന്നത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഷെഹവാസ് ഷെരീഫ് തുർക്കിയിലുണ്ടായിരുന്നു. സ്വാഭാവികമായും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തുർക്കിയിലെ എർദോഗനുമായി കാണുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് ഈ മനസ്സില്ലാ മനസ്സോടെ എങ്ങാനും ഇറക്കിയതാണോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല. കാരണം രണ്ട് പേരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതല്ലേ നടക്കത്തുള്ളൂ. ഏതായാലും ചൈന ഇന്ത്യക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്തി കൊണ്ട് രംഗത്തെത്തിയത് ഒരു വലിയ കാഴ്ചയാണ്. വളരെ വൈകിയാണ് കാനഡ വന്നത്. കാരണം കാനഡയുടെ ഒന്നും ഒരു പിന്തുണയോ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന രാജ്യവുമല്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴത്തേന് ഇതുപോലെ ലോകരാജ്യങ്ങൾ പിന്തുണ വാങ്ങിയിട്ടൊന്നുമല്ല നമ്മൾ അത് ചെയ്തത്. അറിയിക്കേണ്ട വേണ്ടപ്പെട്ട ചിലരെയൊക്കെ അറിയിക്കുകയും അടിക്കുകയും ഒരുമിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കാരണം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഒരു മുന്നൊരുക്കമാണ് നടത്തിയിരുന്നത്. കാരണം യുദ്ധവിമാനങ്ങളൊക്കെ എല്ലായിടവും സജ്ജമാക്കിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, അതിന്റെ ഒരു അഭ്യാസ പ്രകടനങ്ങൾ, അതായത് എതിരാളിക്ക് നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, കൃത്യമായി തന്നെ ഞങ്ങൾ അടിക്കും എന്നുള്ളത് പറയുകയും അത് ലോകത്തിന് മുമ്പിൽ എന്താണ് ഞങ്ങൾ അടിക്കാനുണ്ടായ കാരണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ലോകത്തിന്റെ പിന്തുണയോടുകൂടി നമ്മൾ നടത്താൻ പോകുന്ന ഒരു സംഹാര താണ്ഡവം, ഒരു മേലായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അതിർത്തി കടന്നൊക്കെ നമ്മുടെ കരസേന ഒരുപാട് ദൂരം സഞ്ചരിച്ചില്ലെങ്കിലും ഒരുപക്ഷെ പാക് അധിനിവേശ കാശ്മീരിന്റെ കുറെ ഭാഗങ്ങളെങ്കിലും നമ്മൾ ക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെ കാലമായി പറയുന്ന ഒരു കാര്യമാണ്. ഇത് അതിനുള്ള നല്ല അവസരമായി മാറുന്നു. ഒരുപക്ഷെ ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇപ്പൊ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഈ പാകിസ്ഥാൻ അവരുടെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകളും മറ്റുമൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് പല സ്ഥലത്തുനിന്നും മാറ്റുന്നുണ്ട്. ഒപ്പം തന്നെ കാരണം ഈ ഖൈബർ പക്തൂൺ ഏരിയയിലൊക്കെ ഇവർക്ക് ഈ ഭീകരവാദികളുടെ ക്യാമ്പുണ്ട്. ഈ മദ്രസ എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഈ ക്യാമ്പുകൾ പലതും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ക്യാമ്പുകളിൽ നിന്നൊക്കെ ഉള്ള കമാൻഡർമാരെ അവിടെ നിന്ന് ഈ വിമാനമാർഗം പാക് സൈന്യം മാറ്റുന്നു എന്നൊരു വാർത്തയും ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഒരു തിരിച്ചടി റാവൽപിണ്ടി മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ കറാച്ചിയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്തായിരിക്കും. മറ്റൊരു വാർത്ത വരുന്നത് ബലൂചിസ്ഥാനിൽ നിന്നാണ്. ബലൂചിസ്ഥാനിൽ നിന്ന് ഉള്ള അവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട് ബലൂചിസ്ഥാനിലെ. അവര് പറഞ്ഞിരിക്കുന്നത് ഒരു യുദ്ധത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു വലിയ ആക്രമണത്തിലേക്ക് പോയാൽ ഞങ്ങൾ ദില്ലിക്ക് പിന്തുണ കൊടുക്കുമെന്നാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അധികാരമോഹിയായി ഇപ്പോഴത്തെ അവരുടെ കരസേനാ മേധാവി അധികാരം പിടിക്കാനുള്ള ഒരു ചൂണ്ടയായിട്ട് കരുതിയതാണ്. പക്ഷെ ആ ചൂണ്ട അതിനപ്പുറത്തേക്കും പോയിരിക്കുന്നു. ഒരുങ്ങിയത് ഒരു തിമംഗലമായി പോയി എന്നുള്ള ഒരു വലിയ വിഷമത്തിലായിരിക്കണം ഒരുപക്ഷെ അവർ. താങ്ക് യു ചേട്ടാ.